ഓക്കെ ഹായ് ഗായ്സ്, നമ്മൾ തൽക്കാലത്തേക്ക് BGMI ഒന്ന് മാറ്റി വെച്ചിട്ട് ഒരു PC ഗെയിമിലേക്ക് കയറാമെന്ന് വിചാരിച്ചിട്ടുണ്ട്. അങ്ങനെ ഒരു എൻട്രി എന്നുള്ള നിലയിൽ ഫസ്റ്റ് തന്നെ ഏറ്റവും അധികം പേര് കേട്ട ഫാർ ക്രൈ എന്ന് പറയുന്ന സീരീസിലുള്ള മൂന്നാമത്തെ ഭാഗമാണ് ഞാനിപ്പോൾ കളിക്കാൻ പോകുന്നത്. അപ്പോൾ ഈ ഗെയിമിനെ പറ്റി പറയുന്നത് ഈ ഗെയിം ഒരുവിധം എല്ലാ ബഡ്ജറ്റ് ലാപ്ടോപ്പിലും എല്ലാ PCയിലും നല്ല ഗ്രാഫിക്സോടുകൂടി കളിക്കാൻ പറ്റുന്ന ഗെയിമാണ്. അപ്പോൾ എന്നെപ്പോലെ ബഡ്ജറ്റ് PC അല്ലെങ്കിൽ ബഡ്ജറ്റ് ലാപ്ടോപ്പ് കയ്യിലുള്ള ആളാണെങ്കിൽ നിങ്ങൾക്ക് കളിക്കാൻ പറ്റുന്ന ഏറ്റവും വൺ ഓഫ് ദ ബെസ്റ്റ് ഗെയിമാണ് ഫാർ ക്രൈ 3. ഓക്കെ, എന്നാൽ കൂടുതൽ വൈകിപ്പിക്കാതെ നമുക്ക് ഗെയിമിലേക്ക് പോകാം. പുതിയ ആൾക്കാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, സ്റ്റോറി തുടങ്ങുന്ന സമയത്ത് നമ്മൾ ഒരു 6 പേര്, ഗ്രാൻഡി, റെയ്ലി, ലിസ, ഒലിവർ, കെയ്ത്ത്, പിന്നെ ജെയ്സൺ എന്ന് പറയുന്ന നമ്മുടെ നായകനായിട്ടുള്ള ക്യാരക്ടർ, ഇവരെല്ലാവരും കൂടെ ഒരു ദ്വീപിൽ പുള്ളിക്കാരന്മാരുടെ വെക്കേഷൻ എൻജോയ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പുള്ളിക്കാരന്മാരുടെ വെക്കേഷൻ നല്ല രീതിയിൽ എൻജോയ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കാരണം എല്ലാവരും അത്യാവശ്യം റിച്ച് ആയിട്ടുള്ള ആളുകളാണ്. അപ്പോൾ ഇവർ വെക്കേഷൻ എൻജോയ് ചെയ്യാൻ വേണ്ടിയിട്ട് തിരഞ്ഞെടുത്ത സ്ഥലമാണ് ഇവർക്ക് ചെറുതായിട്ടൊന്ന് തെറ്റിപ്പോയത്. Did he fucking passed out? Hold the door! Yo, Jason, get in! Get in! Look, DJ! I learned from the best! Yeah! Woo! You would think you're crazy. Hmm? Jumping out of airplanes. Flying like birds. അപ്പോൾ ഇത്ര നേരം കണ്ടത് നമ്മൾ പുള്ളിക്കാരൻ്റെ ഒരു മൊബൈൽ വീഡിയോ ആണ്. അതായത് പുള്ളിക്കാരൻ്റെ മൊബൈലിൽ നമ്മുടെ മെയിൻ ക്യാരക്ടർ ജേസൺ ബ്രോഡി എന്ന് പറയുന്ന ക്യാരക്ടർ പുള്ളിക്കാരൻ്റെ മൊബൈലിൽ റെക്കോർഡ് ചെയ്തിട്ടുള്ള വെക്കേഷൻ വീഡിയോസാണ് കണ്ടത്. ആ മൊബൈൽ കാര്യങ്ങളൊക്കെ നമ്മളെ മെയിൻ വില്ലനായിട്ടുള്ള വാസ് എന്ന് പറയുന്ന വില്ലൻ്റെ കയ്യിലാണുള്ളത്. ഈ കാണുന്ന ചുവന്ന എങ്ങനെയാണ് വാസ് എന്ന് പറയുന്നത്. അപ്പോൾ പുള്ളിക്കാരൻ്റെ തടങ്കലിലാണ് നമ്മളുള്ളത്. നമ്മളെ കൂട്ടത്തിലുള്ള ബാക്കിയുള്ള ആരെ പറ്റിയിട്ട് 4 ഫ്രണ്ട്സിനെ പറ്റിയിട്ട് ആരെ പറ്റിയിട്ട് ഒരു വിവരമില്ല. ഇവിടെ ഇവൻ്റെ ടോർച്ചറിലാണ് നമ്മൾ നിലവിലുള്ളത്. ഇവൻ ടോർച്ചർ ചെയ്തുകൊണ്ടിരിക്കുകയാണ് നമ്മളൊരു സെറ്റിലിട്ട്. പുള്ളിക്കാരൻ മെൻ്റലി അത്ര സ്റ്റേബിളുള്ള ഒരു ഓൾമോസ്റ്റ് സൈക്കോ എന്ന് പറയാൻ പറ്റുന്ന രീതിയിലൊരു ക്യാരക്ടറാണ് വാസ്. ഈ ഒരു ഏരിയ ഒക്കെ ഞാൻ കുറച്ച് സ്പീഡാക്കുന്നുണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് വീഡിയോന് ലെങ്ത്ത് കൂടുന്നുണ്ടാണ്. എന്നാൽ സ്റ്റോറി കട്ട് ചെയ്ത് പോകാനും പാടില്ല. അതുകൊണ്ട് ചെറിയ ഭാഗങ്ങളൊക്കെ ഞാൻ കുറച്ച് സ്പീഡായിട്ട് പോകുന്നുണ്ട്. Way up in the fucking skies, you thought you had your finger on the pussy trigger. But hermano, down here. Down here. You hit the ground. It's okay. I'm gonna chill, I'm gonna relax because you, wow, you're a tough guy, brother. We're gonna have a lot of fun together when we for the morning. Stop scaring the hostages. I need you to take care of the rejects. I just bet you 2 pieces of fox are more entertaining than your friends. Ta-ta. Bye-bye. Get you every fucking time, man. നമ്മുടെ കൂടെയുള്ള ക്യാരക്ടറിൻ്റെ പേര് ഗ്രാൻഡ് എന്നോ മറ്റോ ആണ്. പുള്ളിക്കാരൻ മിലിറ്ററിയിലാണ്. അപ്പോൾ പുള്ളിക്കാരൻ അതിൻ്റേതായിട്ടുള്ള കുറച്ച് ട്രെയിനിങ്ങും കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അത് വെച്ചിട്ട് ഇവിടുന്ന് രക്ഷപ്പെടാനുള്ള ഒരു പ്ലാനിങ്ങിലാണ് പുള്ളിക്കാരൻ നിൽക്കുന്നത്. ആ സെക്യൂരിറ്റി ഗാർഡിന് ഇങ്ങോട്ടേക്ക് വിളിക്കാനാണ് പറയുന്നത്. എന്തൊക്കെയോ പദ്ധതി ഇട്ട് വെച്ചിട്ടുണ്ട്. നോക്കാം എന്ന് പറഞ്ഞ് രണ്ടാമത്തേന് തെറിയാണ്. വാസായാലും പുള്ളിക്കാരൻ്റെ കൂട്ടാളികളായാലും. ഓക്കെ, അങ്ങനെ നമ്മളെ മെയിൻ ക്യാരക്ടർ ആ ഒരു സെക്യൂരിറ്റി ഗാർഡിനെ ചാമ്പിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇവിടുന്ന് രക്ഷപ്പെടാൻ പറ്റുമോ നോക്കാം. അപ്പോൾ കുറച്ച് ഭാഗം ഞാൻ കട്ട് ചെയ്ത് വിട്ടിട്ടുണ്ട്. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് പുതുതായിട്ട് കളിക്കുന്ന ആൾക്കാർക്ക് കൺട്രോൾസ് സെറ്റ് ആവാനുള്ള ട്രെയിനിങ്ങിൻ്റെ കുറച്ച് കാര്യങ്ങൾ ട്യൂട്ടോറിയൽസ് ആയിരുന്നു. അപ്പോൾ അത് വെറുതെ കാണിച്ച് ലേഖടിപ്പിക്കേണ്ടെന്ന് കരുതിയിട്ട് ആ ഒരു പോർഷൻ ഞാൻ ഒഴിവാക്കി വെച്ചിട്ടുണ്ട്. അങ്ങനെ നമ്മളെ ഗ്രാൻഡ് എന്ന് പറയുന്ന പുള്ളിക്കാരൻ്റെ ഒപ്പം നമ്മളിങ്ങനെ രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് അവന്മാരുടെ കണ്ണ് പൊട്ടിച്ച് ഒരു ചെറിയ ടണലല്ല, എന്തോ ഒരു പാലം പോലത്തെ എന്തോ ഒരു സംഭവമാണ്. അതിൻ്റെ ചെറിയൊരു ഗ്യാപ്പിലൂടെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. Where are we? Never should have made that jump alone. I promised Dad I'd take care of you two. Does it say where Riley is? We're gonna find him. We're gonna free the others, and then we're going home.
No! Stay with me, Grant! Please, don't die! Hold on, Grant, hold on! Oh, God, oh, God. No, no, no! You wanna talk? Grant! Grant! I like that. No, I respect that. I'm gonna give you 30 seconds. And if the jungle doesn't eat you up alive, I will. You fucking tough! I said get the fuck out of here, you chicken fuck! Run, Forrest! Run! ഓക്കെ, അങ്ങനെ നമ്മുടെ സ്നേഹിതൻ ഗ്രാൻഡ് വിജയകരമായിട്ട് മരണമായിരുന്നു വാങ്ങിയിരിക്കുകയാണ്. നമ്മളോട് കാട്ടിലേക്ക് 30 സെക്കൻഡ് സമയത്തിനുള്ളിൽ ഓടി രക്ഷപ്പെടാനാണ് പറഞ്ഞത്. കാട്ടിൽ വെച്ച് നമ്മൾ സ്വയം മരിച്ചിട്ടില്ലെങ്കിൽ വാസിൻ്റെ കൂട്ടാളികൾ വന്ന് നമ്മളെ കൊല്ലുന്നതെന്ന് പറഞ്ഞത്. അപ്പം നമ്മളിങ്ങനെ പ്രാണരക്ഷാർത്ഥം ഓടുകയാണ്. ഗ്രാൻഡിന് ഒരാവശ്യമില്ലായിരുന്നു, മര്യാദയ്ക്ക് ആ കൂട്ട് കിടന്ന മതിയായിരുന്നു. നമ്മളപ്പോൾ അതിലുള്ള നല്ല റിച്ച് ആയതുകൊണ്ട് പൈസ കൊടുത്ത് നമ്മളെ രക്ഷപ്പെടുത്തിയേനെ. പക്ഷേ പുള്ളിക്കാരന് മിലിറ്ററിയിൽ നിന്ന് കിട്ടിയ ട്രെയിനിങ്ങിൻ്റെ കഴപ്പ് കാണിക്കാൻ ഇതായിപ്പോയി സമയം. അതുകൊണ്ട് ഇപ്പോൾ പുള്ളിക്കാരൻ ഡെഡായി. ഞാനാണ് കാട്ടിലേക്ക് ഓടിക്കൊണ്ടിരിക്കുകയാണ്, നട്ടം തിരിഞ്ഞ്. എന്താ ചെയ്യുക? I have to find Riley and the others. Please let them be alive. We lost it. ഓഹോ, സ്പേസ് 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 സ്പേസ്. ഓക്കെ ഓക്കെ, അങ്ങനെ നമ്മളെ കൊല്ലാൻ ശ്രമിച്ച ആളെ നമ്മൾ പ്ലക്കിയിരിക്കുകയാണ്. ഇനി ഒന്നും നോക്കണ്ട, ഓടിക്കോ. ഒന്നും നോക്കുന്നില്ല, തിരിഞ്ഞു പോലും നോക്കുന്നില്ല, ഒരേ ഓട്ടമാണ് ഓടുന്നത്. പക്ഷേ നമ്മളെ പിടിക്കാൻ വേണ്ടി ഒരു ഹെലികോപ്റ്റർ വരെ എടുത്തിട്ട് വരികയാണ്. Listen, my older brother has been killed. I need to find my younger brother and 4 other friends. Well, come with me. So you'll help me? No, you can only help yourself. I am going to free you. How did I get here? I found you on the beach. Welcome to Amanaki village. It is something, isn't it? Huh? Salamat, Tengahari. I have Jason Brody with me, the man who escaped Fast Camp alive. Your escape is a sign that the battle has turned. Our people are in need of good news. So, these are your people? The island calls to the strongest. They called to me. The island dwellers, the Rakyat, accepted, and I became a member of the tribe. They are something, aren't they? Beautiful, most definitely. I could have anyone I choose, but my will is set on one woman. Here, cash for weapons. Oh, You want to save your brother, right? I've never shot anyone before. What do they say in America? There's the first time for everything. What would you like to buy? ഓക്കെ, അപ്പോൾ ആ ഒരു പോർഷൻ ഞാൻ കുറച്ച് സ്പീഡായിട്ട് അങ്ങ് കടത്തി വിട്ടിട്ടുണ്ട്, ബോറിങ് ആവണ്ടെന്ന് വെച്ചിട്ട്. നമ്മളിപ്പോൾ ഉള്ളത് അമനാക്കി വില്ലേജ് എന്ന് പറയുന്ന ഒരു വില്ലേജിലാണ്. അപ്പോൾ ഈ വില്ലേജിലുള്ള ഡെന്നീസ് എന്ന് പറയുന്ന ഒരു പുള്ളിക്കാരനാണ് നമ്മളെ രക്ഷിച്ചത്. ഈ വില്ലേജിൽ റക്കിയാട്ട് എന്ന് പറയുന്ന ഒരു ട്രൈബ് ജീവിക്കുന്നുണ്ട്. ഈ ഐലൻഡിലുള്ള നേറ്റീവായിട്ടുള്ള ആൾക്കാരാണ് ട്രൈബ്. ശരിക്ക് വാസ് എന്ന് പറയുന്നത് ഇവർക്കെതിരാണ്. ഇവർ രണ്ട് ചേരി തിരിഞ്ഞ് പരസ്പരം എന്താ പറയുക പ്രശ്നത്തിലാണുള്ളത്. വാസു എന്ന് പറയുന്നതാണ് ഇവിടെയുള്ള മെയിൻ സ്ട്രോങ് ആയിട്ടുള്ള ക്യാരക്ടർ. ഇവരൊക്കെ വാസിനെതിരെ ഉള്ള ആൾക്കാരാണ്. സത്യത്തിൽ വാസിൻ്റെ കൈ കിട്ടിക്കഴിഞ്ഞാൽ ഇവരെയൊക്കെ കൊന്നുകളയും. അപ്പോൾ വാസിൻ്റെ ഓപ്പോസിറ്റ് ഉള്ളൊരു ഗ്യാങ്, ഒരു ട്രൈബിൻ്റെ കയ്യിലാണ് നമ്മൾ എത്തിപ്പെട്ടിട്ടുള്ളത്. അതിൽപ്പെട്ട ഒരാളാണ് ഡെന്നിസ്. പുള്ളിക്കാരൻ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിൻ്റെ ഫ്രണ്ട്സിനെ കണ്ടുപിടിക്കണമെങ്കിൽ നീ സ്വയം വിചാരിക്കണം. എന്താ പറയുക, ഈ ഒരു നമ്മുടെ ഒരു പാവത്താൻ ക്യാരക്ടറിനെ കൊണ്ടൊന്നും നടക്കൂല. അതുകൊണ്ട് നീ ഒരു ഗണ്ണ് വാങ്ങുമെന്ന് പറഞ്ഞിട്ട് ഫസ്റ്റ് ഗണ്ണ് വാങ്ങാനുള്ള ഒരു പൈസ പുള്ളിക്കാരൻ തരികയാണ്. നമ്മളത് വെച്ച് ആ ഷോപ്പിൽ നിന്ന് ഒരു ഗണ്ണൊക്കെ വാങ്ങി. ഓക്കെ, അങ്ങനെ നമ്മൾ അമനാക്കി വില്ലേജിൽ നിന്ന് പുറത്തെത്തിയിട്ടുണ്ട്. നമ്മുടെ ആദ്യത്തെ ടാസ്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കാണുന്ന റേഡിയോ ടവർ ഇത് ആക്ടിവേറ്റ് ചെയ്യണം.
ഈ റേഡിയോ ടവർ ഇന്ന് വാസിൻ്റെ കയ്യിലാണ്. വാസ് പുള്ളിക്കാരൻ്റെ ആൾക്കാരെ ലൊക്കേഷനൊക്കെ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതാണ് നമ്മളോട് ഡെന്നിസ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമ്മളെ ഫസ്റ്റ് ടാസ്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ റേഡിയോ ടവർ ആക്ടിവേറ്റ് ചെയ്യണം. ഈ റേഡിയോ ടവർ ആക്ടിവേറ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ റേഡിയോ ടവറിന് റീച്ചുള്ള ഒരു സറൗണ്ടിങ്ങിലുള്ള ഒരു മാപ്പ് നമുക്ക് ആക്ടിവേറ്റ് ചെയ്ത് കിട്ടും. ആ മാപ്പിൽ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ഡീറ്റെയിൽസ് കാണാൻ പറ്റും. ഇപ്പം നമുക്ക് കാണാം ഇടത് സൈഡിൽ മിനി മാപ്പ് ഉണ്ട്. പക്ഷേ ആ മിനി മാപ്പിൽ കറക്റ്റായിട്ട് ലൊക്കേഷനൊന്നും മാർക്ക് ചെയ്യില്ല, എന്താണെന്നൊന്നും ഇല്ല, ജസ്റ്റ് ബ്ലാങ്കാണ്. അപ്പോൾ നമ്മളെ ഫസ്റ്റത്തെ ടാസ്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ഡയറക്റ്റ് പോയിട്ട് ഈ ഒരു റേഡിയോ ടവർ ആക്ടിവേറ്റ് ചെയ്യണം. അത്ര സിമ്പിളായിട്ട് തോന്നും, പക്ഷേ ഫസ്റ്റ് കളിക്കുന്ന ഒരാൾക്ക് ഇത് കുറച്ച് പ്രയാസം പിടിച്ചൊരു പരിപാടിയാണ്. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഫോറസ്റ്റ് വളരെ ആക്റ്റീവാണ്. ഇതിൽ ഒരുപാട് ആനിമൽസ് ഉണ്ട്. അതിൽ എല്ലാ ആനിമൽസും ഓൾമോസ്റ്റ് 90% ആനിമൽസും നമ്മളെ അറ്റാക്ക് ചെയ്യുന്ന ആനിമൽസ് തന്നെയാണ്. അപ്പോൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ നമ്മൾ തുടക്കം തന്നെ മരിക്കും. ഇപ്പോൾ കണ്ട അവിടെ ഒരു പാമ്പിനെ കണ്ട. അപ്പോൾ അതിൻ്റെ ഒരു കടി കിട്ടിക്കഴിഞ്ഞാൽ തന്നെ നമുക്ക് പോയിസൺ കയറും. നമ്മുടെ ക്യാരക്ടർ മരിക്കാനുള്ള സാധ്യതയുണ്ട്. തൽക്കാലം അതിനെ വെടിവെച്ച് വന്നിട്ടുണ്ട്. നമുക്ക് നേരെ മേലോട്ടേക്ക് പോകാം. കാരണം ഈ റേഡിയോ ടവർ ആക്ടിവേറ്റ് ചെയ്യുന്നതാണ് മെയിൻ ടാസ്ക്, ഫസ്റ്റ് ടാസ്ക്. അത് വളരെ പെട്ടെന്ന് തീർക്കുക. പിന്നെ അതുപോലെ ഈ ഒരു മാപ്പിൽ ഒരുപാട് റേഡിയോ ടവർ ഉണ്ട്. അപ്പോൾ ഓരോ റേഡിയോ ടവറും ഓരോ ടൈപ്പാണ്. നമ്മൾ ഒരു റേഡിയോ ടവറിൽ കയറിയ പോലെ തന്നെ അടുത്ത റേഡിയോ ടവറിൽ കയറി സിമ്പിളായിട്ട് ആക്ടിവേറ്റ് ചെയ്യാൻ പറ്റില്ല. ഓരോ റേഡിയോ ടവർ ഓരോ പസിൽ പോലെയാണ്. പൊട്ടിപ്പൊളിഞ്ഞ് ഒരുപാട് വർഷത്തെ പഴക്കം നമുക്കത് കാണുമ്പോൾ തന്നെ മനസ്സിലാവും. ഈ പഴക്കം കാരണം പല ഭാഗങ്ങളും പൊട്ടിയിട്ടുണ്ടാവും. ഈ റേഡിയോ ടവർ തുടക്കത്തിലുള്ളതായതുകൊണ്ട് കുറച്ച് സിമ്പിളാണ്. പക്ഷേ ഇനി വരാൻ പോകുന്ന റേഡിയോ ടവേഴ്സൊന്നും മേലെ കയറിയാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സ്പേർട്ടായിട്ടുള്ള ആൾക്ക് പറ്റും, നമ്മളെ പോലത്തുള്ള ബിഗിനേഴ്സിന് കുറച്ച് ബുദ്ധിമുട്ടാണ്. ഈ ഒരു വലിയ ഏണി കൂടി കയറാറുണ്ട്. ഈ കാണുന്നതാണ് ലൂട്ട് കണ്ടെയ്നർ. ഇത് നമ്മൾ ഓരോ സ്ഥലത്ത് പല സ്ഥലങ്ങളിലായിട്ട് ഈ മാപ്പിൽ ചെറിയ കിടപ്പുണ്ടാവും. നമ്മൾ അവിടെ പോയി അത് തുറന്നു കഴിഞ്ഞാൽ ചെറിയൊരു റിവാർഡ് കിട്ടും. ഇതാണ് നമുക്ക് ആക്ടിവേറ്റ് ചെയ്യേണ്ട റേഡിയോ ടവർ. അത് ലോക്ക് ചെയ്ത് വെച്ചേക്കാണ്. നമ്മളത് പൊട്ടിച്ചത് ആക്ടിവേറ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇത് ആക്ടിവേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു റേഡിയോ ടവറിൽ നമുക്ക് തൊട്ടടുത്തുള്ള ലൊക്കേഷനിലുള്ള കാര്യങ്ങളൊക്കെ ക്ലിയർ ആയിട്ട് കാണിച്ചു തരും. നമ്മളെ മിനി മാപ്പ് ആക്ടിവേറ്റ് ആവും. ഈ ഒരു ഗെയിമിലെ ടോട്ടൽ മാപ്പ് ഇതേപോലെ ആക്ടിവേറ്റ് ആവില്ല, ചെറിയൊരു ഏരിയ മാത്രമേ ഇങ്ങനെ ആവുള്ളൂ. എല്ലാ റേഡിയോ ടവേഴ്സും തുറന്നാൽ മാത്രമേ മാപ്പ് മുഴുവനായിട്ട് അൺലോക്ക് ആവുള്ളൂ. ഓക്കെ, നമ്മളെ ഏൽപ്പിച്ച ഫസ്റ്റ് ടാസ്ക് നമ്മൾ വിജയകരമായിട്ട് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. നമുക്ക് തിരിച്ച് ഈ സിപ്പ് ലൈൻ വഴി ഡെന്നിസിൻ്റെ അടുത്തേക്ക് തന്നെ പോവാം. അവിടെ ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും. തുടക്കത്തിൽ കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മൾ പഠിച്ചു വരാൻ കുറച്ച് ടൈം എടുക്കും. Nice ride, huh? It's done. Good. Show me a map. You see everything you need Here. now. If you want to save your friends, you must know the jungle. Animal skins and leather will help you to carry many weapons and equipment. അപ്പോൾ ഡെന്നിസ് എന്ന് നമ്മളോട് പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ ഈ ഒരു അറിവ് വെച്ചിട്ട് ഒന്നും ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് കാട്ടിലേക്ക് ഇറങ്ങിയിട്ട് കുറേ കാര്യങ്ങൾ സ്വയം പഠിച്ചിട്ട് വരാനാണ് പറഞ്ഞത്. അങ്ങനെ ഡെന്നിസിൻ്റെ നിർദ്ദേശത്തോടു കൂടി നമ്മൾ രണ്ടാമത്തെ ടാസ്കിലേക്ക് പോകാമെന്ന്. ഈ വീഡിയോ ഏതായാലും ഈ ഒരു ടാസ്ക് കംപ്ലീറ്റ് ചെയ്യുന്നതോടുകൂടി നിർത്താനാണ് ഉദ്ദേശിക്കുന്നത്. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓൾറെഡി ഇപ്പോൾ 10-13 മിനിറ്റിന് മേലെയായി. അപ്പോൾ അധികം വലിച്ചു കിട്ടി ദീർഘിപ്പിക്കണ്ട. ഏതായാലും ഇത് പാർട്ട് 1 ആണ്. രണ്ടാമത്തെ പാർട്ട് ഇതിൻ്റെ പുറകെ തന്നെ അപ്ലോഡ് ചെയ്യും. പിന്നെ ഇപ്പോൾ കാണിക്കുന്ന ഈ ഒരു ചെറിയ കാര്യങ്ങളൊക്കെ ഗെയിമിൻ്റെ ഒരു ട്യൂട്ടോറിയൽ പോലെയാണ്. നമ്മൾ ഗെയിം എൻവയോൺമെൻറ്റുമായിട്ട് ഒന്ന് സിങ്ക് ആവാൻ വേണ്ടിയിട്ടുള്ള ടാസ്കുകളാണ് ഇതൊക്കെ ചെറിയ ടാസ്ക്കാണ്. നമ്മൾ സ്റ്റോറിയിലേക്ക് പോകാൻ പോകുന്നേ ഉള്ളൂ. നമ്മളെ 4 ഫ്രണ്ട്സിനെ കണ്ടുപിടിക്കാനുണ്ട്. അതുകൂടാതെ വാസ് എന്ന് പറയുന്ന മെയിനായിട്ടുള്ള വില്ലനെ നമ്മൾ പ്രതികാരം ചെയ്യണം, നമ്മൾ റിവെഞ്ച് എടുക്കണം. നമ്മൾ ഗ്രാൻഡ് എന്ന് പറയുന്ന അടുത്ത കൂട്ടുകാരൻ മരിച്ചിരിക്കുകയാണ്. അപ്പോൾ ഈ പുള്ളിക്കാരൻ്റെ മരണത്തിന് കാരണക്കാരനായിട്ടുള്ള വാസിനെ നമ്മൾ റിവെഞ്ച് എടുക്കണം. ഇതേ ഒരു പോത്ത് നിൽക്കുന്നുണ്ട് വഴിയിൽ. ഇതാണ് ഈ മാപ്പിൻ്റെ പ്രധാന പ്രത്യേകത. എല്ലാം ഫുള്ള് ആനിമൽസാണ്. ഫോറസ്റ്റാണ്, അതുകൊണ്ട് തന്നെ ഫുള്ള് ആനിമൽസാണ്. നമുക്കങ്ങനെ വണ്ടിയിൽ നിന്ന് പ്രശ്നമില്ല. പക്ഷേ വണ്ടിയിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ കുറച്ച് ബുദ്ധിമുട്ടാണ്. നമ്മൾ എങ്ങനെയായി കഴിഞ്ഞാൽ നമ്മൾ അറ്റാക്ക് ചെയ്യും. അറ്റാക്ക് ചെയ്ത് കഴിഞ്ഞാൽ നല്ല ഡാമേജ് ഉണ്ട്. തുടക്കത്തിൽ നമ്മളൊന്ന് പരിചയമായി വരുന്നവരെ നല്ല പതുങ്ങി കളിച്ചേ പറ്റുള്ളൂ. ഓക്കെ, നമ്മളങ്ങനെ ലൊക്കേഷനിലേക്ക് എത്തിയിരിക്കുകയാണ്. നമുക്ക് വേണ്ടത് ഒരു ചുവന്ന ഇല, പച്ച ഇല, ഗ്രീൻ ലീഫ്, ബ്ലൂ ലീഫ്. ഓക്കെ, ഇതിൽ മുന്നേ ഒരുപാട് പ്രാവശ്യം കളിച്ചിട്ടുണ്ട്. അതുകൊണ്ട് എനിക്ക് ഓൾമോസ്റ്റ് ലൊക്കേഷനൊക്കെ അറിയാം എവിടെയാണ് ഉള്ളതെന്ന്. ഓക്കെ, നമുക്കിതിൽ ബോർ സ്കിന്ന് കിട്ടാൻ വേണ്ടി മാത്രമേ കുറച്ച് പ്രയാസം ഉണ്ടാവുള്ളൂ. ഓക്കെ, നമ്മൾ മിനി മാപ്പ് കാണിക്കുന്നുണ്ട് എവിടെയൊക്കെയാണ് നമ്മളെ ഐറ്റംസ് ഉള്ളതെന്ന് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. ഗ്രീൻ ലീഫ് കിട്ടി, ഇവിടെ അരിയിൽ തന്നെ ഉണ്ട് എന്ന് കാണിച്ചായിരുന്നു.
ഇനി നമുക്ക് വേണ്ടത് ഒരു ഗ്രീൻ ലീഫ് കൂടെ വേണം. എല്ലാം പച്ച കളറായതുകൊണ്ട് മനസ്സിലാവുന്നില്ല എവിടെയാണ് കറക്റ്റ് എന്നുള്ളത്. മാപ്പിലുണ്ടെങ്കിലും തൊട്ടരിയത്തുണ്ടെങ്കിൽ പോലും കാണാൻ കുറച്ച് പ്രയാസമായിട്ടാണ് തോന്നുന്നു. ഓക്കെ, ഇവിടെ കുറച്ച് പന്നി നിൽക്കുന്നുണ്ട്. ഇപ്പം നമുക്ക് പന്നീനെ വേണ്ട, നമുക്ക് ലാസ്റ്റ് പിടിക്കാം പന്നീനെ. ഇവന്മാർക്കിട്ട് ഒരു വെടി കിട്ടിക്കഴിഞ്ഞാൽ ഇവന്മാർ ഏതെങ്കിലും സൈഡിലൂടെ ഓടി രക്ഷപ്പെടാൻ ശ്രമിച്ചു കൊടുക്കും. അതുകൊണ്ട് നമുക്ക് അനങ്ങാതിരിക്കുന്ന ഇലകൾ ആദ്യം പറിക്കാം, അതിനുശേഷം അവസാനം പന്നിയെ പിടിക്കാം. ഓക്കെ, ഈ ബ്ലൂ ലീഫ് വെള്ളത്തിൻ്റെ അടിയിലാണ് കിടക്കുന്നത്. 2 എണ്ണം കാണാനുണ്ട്. നമുക്ക് ഈ കരയോട് ചേർന്നിട്ടുള്ള ബ്ലൂ ലീഫ് പറിക്കാം. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്ത് മുതലുണ്ടാവും. 1 സെക്കൻഡ് കൊണ്ട് വന്ന് നമ്മളെ പ്ലക്കിയിട്ട് പോകും. അപ്പോൾ നമുക്ക് സേഫായിട്ട് കളിക്കുന്നതാണ് നല്ലത്. ഓക്കെ, നമുക്കങ്ങനെ ബ്ലൂ ലീഫും കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് പന്നീനെ ശരിയാക്കാം. ഓക്കെ, എവിടെയായിരുന്നു? ഓക്കെ, എന്താ ഇത്? ഗ്രീൻ ലീഫ്. യെസ്, ഗ്രീൻ ലീഫ്. ഓക്കെ, ഗ്രീൻ ലീഫും കിട്ടി. അപ്പോൾ നമ്മുടെ ലീഫുകൾ മുഴുവനായിട്ട് പന്നി. ഓക്കെ, ഒന്നുകൂടെ വൺ ഡൗൺ. ഒന്നിനെ കിട്ടി. അത് ഓടുന്നുണ്ട്. ഇവന്മാർ ഇതാണ് പ്രശ്നം. ഇവന്മാർ ഒന്നിനിട്ട് പടി കിട്ടി കഴിഞ്ഞാൽ എല്ലാവരും ഏതെങ്കിലും ഡയറക്ഷനിലൂടെ ഓടിക്കളയും. എല്ലാത്തിനും നല്ല സ്പീഡാണ്. നമുക്ക് തൽക്കാലം കിട്ടിയ പന്നീനെ ഫസ്റ്റ് സ്കിൻ ചെയ്യാം. അല്ലെ പിന്നെ അതിന് എവിടെയാണ് വീണ് കിടക്കുന്നതെന്ന് മറന്നു. കുറച്ച് കഴിഞ്ഞാൽ അന്വേഷിക്കേണ്ടി വരും വീണ്ടും. ഓക്കെ, മേലെ ഒരു പന്നി നിൽക്കുന്ന കണ്ടിട്ടുണ്ട്. നമുക്ക് ഇതിൻ്റെ സ്കിൻ എടുത്ത ശേഷം അതിനെ ചാമ്പാൻ പറ്റുമോ നോക്കാം. ഓക്കെ, കുന്നിൻ്റെ മേലെ ഓടിപ്പോയി നിൽക്കുന്ന കണ്ടായിരുന്നു ഒന്നിനെ. ഓക്കെ, അതിനെ കിട്ടുമോ നോക്കാം. ഇതോടുകൂടി നമ്മൾ ഇന്നത്തെ എപ്പിസോഡ് വൈൻഡപ്പ് ചെയ്യണം. പന്നി വേട്ടയോടുകൂടി ഇന്നത്തെ എപ്പിസോഡ് വൈൻഡപ്പ് ചെയ്യണം. ഓക്കെ, അവിടെ ഉണ്ട് ആശാൻ. ഓക്കെ, കിട്ടി. അങ്ങനെ നമ്മുടെ 2ാമത്തെ പന്നീൻ്റെ സ്കിന്നും കിട്ടിയിരിക്കുകയാണ് നമുക്ക്. ഓക്കെ, അങ്ങനെ നമ്മുടെ പ്രൈമറി ടാസ്ക് ഒക്കെ ഒരുവിധം കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനിയാണ് നമ്മൾ സ്റ്റോറിയിലേക്ക് കടക്കാൻ പോകുന്നത്. പക്ഷേ സ്റ്റോറിയിലേക്ക് കടക്കാൻ പോകുന്നതിന് മുന്നേ കുറച്ച് കാര്യങ്ങൾ നമ്മൾ ചെയ്യാനുണ്ട്. നമുക്ക് 1-2 വെപ്പൺ വെക്കാനുള്ള ഹോസ്റ്റലേഴ്സ് കാര്യങ്ങൾ, അങ്ങനെ കുറച്ചധികം കാര്യങ്ങൾ നമുക്ക് ക്രാഫ്റ്റ് ചെയ്യാനുണ്ട്. കണ്ടോ, നമുക്ക് ഇപ്പോൾ ഗണ്ണ് കാര്യങ്ങളൊന്നും ഇല്ല. ജസ്റ്റ് ഒരു ഹാൻഡ് ഗണ്ണ് മാത്രമേ ഉള്ളൂ. ഇത് വെച്ചിട്ട് നമുക്ക് ഈ കാട്ടിലൂടെ റോന്തി വിറ്റാൻ പറ്റില്ല. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വാസിൻ്റെ കൂട്ടാളികൾ വന്ന് നമ്മൾ എങ്ങനെയൊക്കെ കഴിഞ്ഞാൽ അറ്റാക്ക് ചെയ്യും. നമുക്ക് ഈ ഒരു ഗണ്ണും ഈ ഒരു സംഭവം കൊണ്ട് മാത്രം മുന്നോട്ട് പോകാൻ പറ്റുക. അപ്പോൾ സ്റ്റോറിയിലേക്ക് പോകുന്നതിന് മുന്നേ കുറച്ച് ക്രാഫ്റ്റിംഗ് കാര്യങ്ങൾ നമ്മൾ ചെയ്യണം. ഒന്നിലധികം ഗണ്ണ് വെക്കാനുള്ള കാര്യങ്ങൾ, ഗ്രനേഡുകൾ വെക്കാനുള്ള കാര്യങ്ങൾ, ഗണ്ണിൻ്റെ ബുള്ളറ്റ് അമ്മ വെക്കാനുള്ള കാര്യങ്ങൾ. അപ്പോൾ ഇതൊക്കെ നമ്മൾ ചെയ്യണം. ഓക്കെ, ക്രാഫ്റ്റിംഗ് കാര്യങ്ങളൊക്കെ 2ാമത്തെ പാർട്ടിൽ കാണിക്കാം. ക്രാഫ്റ്റ് ചെയ്യേണ്ടെങ്കിൽ നമ്മൾ ഒരുപാട് ഹണ്ട് ചെയ്യണം. അപ്പോൾ ഹണ്ട് ചെയ്ത് നമുക്ക് ഈ റിസോഴ്സൊക്കെ കളക്ട് ചെയ്ത ശേഷം മാത്രമേ ക്രാഫ്റ്റ് ചെയ്യാൻ പറ്റൂ. അത് കഴിഞ്ഞ് നമുക്ക് ഡയറക്റ്റ് സ്റ്റോറിയിലേക്ക് എൻ്റർ ചെയ്യാം. സൈഡ് ക്വസ്റ്റുകളൊക്കെ ഞാനത്ര പ്രാധാന്യത്തോടെ കാണിക്കുന്നില്ല. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സൈഡ് ക്വസ്റ്റുകളൊക്കെ നമുക്ക് പൈസയും അതേപോലെ എക്സ്പി എന്ന് പറയാം, അതായത് എക്സ്പി കിട്ടാൻ വേണ്ടിയിട്ട് മാത്രമാണ്. അത്യാവശ്യം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സൈഡ് ക്വസ്റ്റുകൾ മാത്രമേ കാണിക്കുന്നുള്ളൂ. നമുക്ക് കഥയിലേക്ക് പോകാമെന്ന് കരുതുന്നു. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ 4 ഫ്രണ്ട്സിനെ കിട്ടാനുണ്ട്. അതേപോലെ ഒരാൾ മരിച്ച്, ബാക്കിയുള്ള ആൾക്ക് എന്ത് സംഭവിച്ചെന്ന് അറിയില്ല. അപ്പോൾ ഇതൊക്കെ നമുക്ക് കണ്ടുപിടിക്കണം. അതുകൂടാതെ വാസിനോട് റിവെഞ്ച് എടുക്കാൻ പോകണം. അപ്പോൾ ഇതൊക്കെ ഇനിയിപ്പോൾ 2ാമത്തെ പാർട്ടിൽ കാണിക്കാം. ഓക്കെ, ബൈ.